കണക്കുകൾ കൂട്ടിക്കിഴിച്ചിട്ട് പ്രവചനം നടത്തിയാൽ പിടിതരാതെ വഴുതി മാറും കോഴിക്കോട്. അതാണ് ഇവിടുത്തെ സമീപകാല തിരഞ്ഞെടുപ്പ് ചരിത്രം. ഉള്ളു ചുവന്നു തൊടുത്തതാണെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കട്ടായം പറയും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ചെങ്കോട്ട തകർന്നടിഞ്ഞ് UDFനെ നെഞ്ചിലേറ്റുകയാണ് പതിവ്. ലോക സംസ്കാരങ്ങളുടെ നനവു പടർന്ന മണ്ണാണ് കോഴിക്കോടിൻ്റേത്. അറബികൾ മുതൽ ചൈനക്കാർ വരെ ഈ നാടിൻ്റെ ഹൃദയ സുഗന്ധം തേടിയെത്തി കോഴിക്കോടിൻ്റെ തീരത്തണഞ്ഞു. ഒടുവിൽ അധിനിവേശമോഹവുമായി പറങ്കികളെത്തിയപ്പോൾ സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും ഒരുമിച്ച് വിരുമാറ് കാണിച്ചതാണ് ചരിത്രം. വ്യാപാര ബന്ധങ്ങളിലൂടെ വളർന്ന് സാംസ്കാരികമായ അടയാളപ്പെടുത്തലുകളിലൂടെ ഒരു നാഗരികതയെ തന്നെ രൂപപ്പെടുത്തിയ ഇടം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ഈ നാട് ഉപ്പ് പകർന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ യോഗം ചേർന്നതും ഈ കോഴിക്കോടിന്റെ നഗരത്തിലാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ കനലുകൾ ഇപ്പോഴും ഇവിടുത്തുകാരുടെ മനസ്സിലെരിയുന്നു. അതാണ് കോഴിക്കോടിന്റെ രാഷ്ട്രീയവും. 1951 ആദ്യ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനൊപ്പമായിരുന്നില്ല. ദേശീയതലത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ അച്യുത ദാമോദര മേനോനായിരുന്നു വിജയക്കൊടി നാട്ടിയത്. 1957 KP കുട്ടിക്കൃഷ്ണൻ നായരിലൂടെ കോഴിക്കോട് കോൺഗ്രസ് സ്വന്തമാക്കി. പിന്നീട് ആ കണക്കുകളിൽ KG അടിയോടിയും CH മുഹമ്മദ് കോയയും ഇബ്രാഹിം സുലൈമാൻ സേട്ടുവുമൊക്കെ ഈ നാടിൻ്റെ ജനപ്രതിനിധികളായി മാറി. 62 CH-ലൂടെയും പിന്നീട് 2 തിരഞ്ഞെടുപ്പുകളിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടിലൂടെയും ലീഗ് കോഴിക്കോടിൻ്റെ ആകാശത്ത് പച്ച പതാക പാറിച്ചു. 1977 VA സയ്യിദ് മുഹമ്മദിലൂടെ വീണ്ടും കോൺഗ്രസ്. പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ EK ഇമ്പിച്ചി ബാവയിലൂടെ കോഴിക്കോട് ചെങ്കടലായി. പിന്നീടുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്. ആദ്യം KG അടിയോടിയും പിന്നെ തുടർച്ചയായി 2 തവണ K മുരളീധരനും കോഴിക്കോടിനെ അങ്ങ് ദില്ലിയിൽ പ്രതിനിധീകരിച്ചു. 1996 വീരേന്ദ്രകുമാറിലൂടെ ഇടത്തേക്ക്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ P ശങ്കരനിലൂടെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്. 1999 K മുരളീധരൻ മണ്ഡലം കോൺഗ്രസിനായി നിലനിർത്തി. പക്ഷേ 2004 വീരേന്ദ്രകുമാറിലൂടെ ഇടതിൻ്റെ തിരിച്ചുവരവ്. പിന്നീടുള്ള 2 തവണയും കോഴിക്കോടിൻ്റെ ഭൂമിയിൽ ഇടതുപക്ഷത്തിന് നിഷ്പ്രഭരാകേണ്ടി വന്നു. MK രാഘവനിലൂടെ UDF വിജയ തേരോട്ടം തന്നെ നടത്തി. ചുരുക്കി പറഞ്ഞാൽ ഇടത്തേക്ക് ചാഞ്ഞത് 4 തവണ മാത്രം. രണ്ട് തിരഞ്ഞെടുപ്പുകൾ 2 രീതിയിലാണ് പ്രതിഫലിച്ച് കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത് ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ചിത്രം മാറാറുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ മൊത്തം അല്ലെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെയും പ്രതിഫലനം ഉണ്ടാകാറ്. മാത്രമല്ല കേരളത്തിൽ മൊത്തമുള്ളതുപോലെ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ രാജ്യത്ത് മൊത്തമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമാവാറുണ്ട്, അത് പ്രതിഫലിക്കാറുണ്ട്. കോഴിക്കോടിൻ്റെ ചിത്രം മാറുന്നത് ഒരു കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിന് മുമ്പ് MK രാഘവൻ എന്ന് പറഞ്ഞ കോൺഗ്രസ്സിലെ അത്രയൊന്നും അറിയപ്പെടാതിരുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി വരികയും വിജയിക്കുകയും ചെയ്തുകൂടിയാണ്. 13 തവണ മറുപക്ഷത്താണെങ്കിലും ഇടത് ശക്തി കേന്ദ്രം തന്നെയാണ് കോഴിക്കോട്. പക്ഷേ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കോഴിക്കോട്ടെ വോട്ടർമാർ വിധി നിർണയത്തിൽ ചൂണ്ടുപലകയാക്കുന്നുവെന്നാണ് സമീപകാല തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആന്തരികാർത്ഥം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് വെന്നിക്കൊടി നാട്ടാനായത്. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും നിയമസഭയിലേക്ക് എത്തിയില്ല. ഇടതിനാവട്ടെ ഒരിടത്തു മാത്രമാണ് ഭൂരിപക്ഷം 10,000-ൽ താഴേക്ക് പോയത്. ഇതെല്ലാം ചേർത്ത് വച്ചാൽ നിസ്സംശയം പറയാം കോഴിക്കോട് ഇടത് കോട്ടയാണെന്ന്. ബാലുശ്ശേരി, കൊടുവള്ളി, കോഴിക്കോട് 1, കോഴിക്കോട് 2, തിരുവമ്പാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു 2004 തിരഞ്ഞെടുപ്പ് വരെ കോഴിക്കോട് മണ്ഡലം. 2009 തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും
പുതിയ വയനാട് മണ്ഡലത്തിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ പകരം എലത്തൂർ, ബേപ്പൂർ, കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോടിന് ലഭിച്ചു. ഇപ്പോഴുള്ളത് ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കോഴിക്കോട് സൗത്തിലെ MK മുനീർ മാത്രമാണ് നിയമസഭയിലെത്തിയ UDFകാരൻ. LDF MLAമാരുടെ ഭൂരിപക്ഷം കൂട്ടിയെടുത്താൽ തന്നെ 98,535 വോട്ടുകൾ വരും. ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം അനുകൂല അടിത്തറ ഇടതിന് മണ്ഡലത്തിലുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. 2014 തെരഞ്ഞെടുപ്പ് ശേഷമാണ് 2016 കേരള അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും എന്താണ് ഇടതുപക്ഷ നിർണായകമായ ലീഡാണ്. നമുക്കെല്ലാവർക്കും അറിയാം 2014 തെരഞ്ഞെടുപ്പിൽ രാഘവന് 16,000 ചില്ലാനും ഭൂരിപക്ഷമുള്ളൂ. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും, അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും എന്താണ് ആ LDFിൻ്റെ ഭൂരിപക്ഷം മണ്ഡലാടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും നിയമസഭാ മണ്ഡലം മറ്റ് ചില ഘടകങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ മണ്ഡലാടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിക്കുമ്പോൾ എന്താണ് 93,000-ഓളം വോട്ടിൻ്റെ ലീഡ് LDFിനുണ്ട്. അത് എന്താണ് UDFിൽ നിന്ന് LDFിന് അനുകൂലമായി വോട്ടർമാർക്കിടയിൽ വരുന്ന വലിയൊരു ധ്രുവീകരണത്തെയാണ് അത് കാണിക്കുന്നത്. മനോഭാവങ്ങൾ വരുന്ന ഒരു മാറ്റമാണ്. പക്ഷേ കഴിഞ്ഞ 2 തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MK രാഘവനെ മറികടക്കാൻ ഈ കണക്കുകൾ കൊണ്ട് കാര്യമില്ലെന്ന് CPM-നും അറിയാം. ഈ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് ഈ സിനിമാ നടന്മാരൊന്നും അല്ലല്ലോ. ജനപ്രതിനിധികൾ MPമാരാവട്ടെ, MLAമാരാവട്ടെ, അതുപോലുള്ള ജനപ്രതിനിധികളാവട്ടെ, നാടിൻ്റെ പൊതുവികസനത്തിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് പരമപ്രധാനമായി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിലയിരുത്താനുള്ളത്. ആ കാര്യത്തിൽ വട്ടപൂജ്യമാണ് MK രാഘവൻ. 2009 ആദ്യ വരവിൽ 838 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ രാഘവൻ 2014 ഭൂരിപക്ഷം 16,883 ആയി വർദ്ധിപ്പിക്കുകയായിരുന്നു. വ്യക്തിബന്ധങ്ങളിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ രാഘവൻ നേടിയെടുത്തതായിരുന്നു UDFിൻ്റെ സംഘടനാശേഷിക്ക് അപ്പുറമുള്ള പിന്തുണ. ഞാൻ ആദ്യം വരുമ്പോൾ 1.5 ലക്ഷത്തിന് വോട്ടിന് വ്യത്യാസം. അന്ന് 1 ലക്ഷത്തിന് മേലെ അപ്പർ ഹാൻഡാണ് LDF. എന്നോട് പലരും അഡ്വൈസ് ചെയ്തു. എന്നെ ആരെ പേരും പറഞ്ഞില്ല. എൻ്റെ സുഹൃത്തുക്കളായി വിവിധ പാർട്ടിയിൽപ്പെട്ട ലീഡേഴ്സിനോട് പറഞ്ഞു, വെറുതെ പോയി അവിടെ പേര് കളയണമെന്ന് വെച്ചാൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ എന്നെ മത്സരത്തിന് ഒഴിവാക്കണം ഞാൻ കാല് പിടിച്ച് പറഞ്ഞ ആളാണ് രമേശ് ചെന്നിത്തലയോട്. അവസാനം ഞാൻ സമ്മതിച്ച് AKRനെ രാത്രി 9:30 മണിക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ സമ്മതിച്ചത്. ഞാൻ ഇല്ലാന്ന് തീർത്തും പറഞ്ഞു. അപ്പം നിർബന്ധത്തിന് വഴങ്ങി ഞാൻ എടുത്താണ് AKയുടെ. പക്ഷേ AK അന്നൊരു കാര്യം പറഞ്ഞോളൂ, ടഫാണെന്ന് എനിക്കറിയാം. പക്ഷെ രാഘവനാണെങ്കിൽ റെയർ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഉപയോഗിച്ച ഭാഷ ഇതാണ്, റെയർ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാനല്ലേ പറഞ്ഞുകൊണ്ട് എടുക്കണം, അങ്ങനെ തന്നെ എടുക്കുന്നു. അപ്പോൾ അന്ന് 838 വോട്ടുകൾക്ക് കോഴിക്കോട് പ്രഭുരാജ് ഞങ്ങൾ ജയിപ്പിച്ചവരാണ്. 2ാമത്തെ തെരഞ്ഞെടുപ്പ് വന്നു. അന്നും CPM-ന് മേൽക്കൈയാണ് അസംബ്ലി ഇലക്ഷൻ്റെ കണക്ക് മുഴുവൻ. അന്നും എന്നോട് പലരും പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കും, ജയിക്കാൻ സാധ്യമില്ല. പക്ഷേ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, എനിക്ക് അവരിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങളുടെ ബന്ധമാണ് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. CPM-ൻ്റെ കണക്കൊരുക്കം തെറ്റാണ് ഞാൻ പറയുക. CPM-ൻ്റെ കണക്ക് ശരിയാണ്, പക്ഷെ കണക്ക് പാടിപ്പോകുന്നത് ജനങ്ങളുടെ മനസ്സ്. ഈ ചില കാര്യങ്ങൾ കോഴിക്കോട് ജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ അന്ധമായ രാഷ്ട്രീയ വിരോധമുള്ളവരല്ല. ആര് നല്ല കാര്യം ചെയ്തു അവരോടൊപ്പം നിൽക്കുന്ന മഹാമനസ്കതയുടെ ജനങ്ങളാണ് കോഴിക്കോട് ജനങ്ങൾ. അല്ല, രാഘവൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പം ഞാൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊക്കെ പോയതായിരുന്നു. കോൺഗ്രസ്സുകാർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ചെറിയൊരു ഭൂരിപക്ഷത്തിന് MK രാഘവൻ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി കൊണ്ടുമാണ്. ആ സമയത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് രാഘവൻ്റെ മികവാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. അക്കാലത്തുള്ള CPM-ൻ്റെ അകത്തുള്ള വിഭാഗീയതയും
മറ്റു പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ LDFിൻ്റെ സ്ഥാനാർത്ഥിത്വം, അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിലുണ്ടായിരുന്ന പാർട്ടിയിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ, അത്തരം ഘടകങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹം ഒരു പാർലമെൻറ്ററായി തിരഞ്ഞെടുക്കപ്പെടുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ വളരെയധികം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്കത്തട്ടിൽ ആരൊക്കെ എന്ന ചോദ്യത്തിന് UDF തറപ്പിച്ചു പറയും MK രാഘവൻ തന്നെയെന്ന്. MK രാഘവൻ്റെ വ്യക്തിപ്രഭാവത്തെ മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമെന്ന് CPM-നും അറിയാം. ചർച്ചകൾ ആ വഴിക്ക് തന്നെയാണ്. 1 ലക്ഷത്തിലധികം വോട്ട് നേടിയ മണ്ഡലത്തിൽ മുതിർന്ന നേതാക്കളെ ആരെയെങ്കിലും തന്നെ കളത്തിലിറക്കാനാവും BJP-യുടെയും തീരുമാനം. സ്ഥാനാർത്ഥി MK രാഘവൻ തന്നെയെന്ന് കോൺഗ്രസ് ക്യാമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു. ചിലയിടത്ത് സ്വന്തം നിലയ്ക്ക് പ്രവർത്തകർ പ്രചരണവും തുടങ്ങി. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കിയെന്ന നിലയിലാണ് കാര്യങ്ങൾ. സത്യത്തിൽ കോഴിക്കോടിൻ്റെ ഒരു സംരക്ഷണ കവചമാണ് ശ്രീ MK രാഘവൻ. അദ്ദേഹത്തോടുള്ള ആദരമാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജനത 2014 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഉണ്ടായ കാരണം. ആ ഒരു വലിയ കഠിന പ്രയത്നത്തിന് 2019 വർദ്ധിതമായ ഭൂരിപക്ഷത്തോടു കൂടി കോഴിക്കോട് ജനത അദ്ദേഹത്തിന് പിൻബലം കൊടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ കണക്കിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനാധിപത്യത്തിൽ കണക്ക് അല്ല പ്രധാനം, ജനാധിപത്യത്തിൽ വോട്ടാണ് പ്രധാനം. അതുകൊണ്ട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ഉണ്ടാവും. 2009 ചെറിയ വോട്ടിന് ശ്രീ MK രാഘവൻ ജയിച്ചു. 2014 അത് വലിയ ഭൂരിപക്ഷമായി മാറി. 2019 ശ്രീ MK രാഘവൻ മഹാഭൂരിപക്ഷത്തിന് കോഴിക്കോടിൻ്റെ സാരഥിയായി വരും. ഇടതുപക്ഷത്താവട്ടെ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് അടക്കമുള്ള പേരുകൾ പരിഗണിക്കുന്നു. മണ്ഡലം പിടിക്കാൻ ഏറ്റവും നല്ലത് A പ്രദീപ് കുമാർ MLA-യെ കളത്തിലിറക്കണമെന്ന അഭിപ്രായക്കാരും പാർട്ടിയിലുണ്ട്. വടകര കിട്ടിയില്ലെങ്കിൽ ലോക് താന്ത്രിക് ദളിനും കോഴിക്കോടിൽ കണ്ണുണ്ട്. INL-ഉം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും CPM സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്നിടത്താണ് നിലവിൽ കാര്യങ്ങൾ. CPM-നുള്ള അവകാശം പോലെ തന്നെ അവർക്കും പറയാനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം അതെല്ലാം പരിഹരിക്കുന്നതിനുള്ള നല്ല എന്തെങ്കിലും അങ്ങനെ തർക്കങ്ങളൊന്നുമില്ല. വളരെ വേഗത്തിൽ പരിഹരിക്കാനല്ല, വളരെ വേഗത്തിൽ അത് സംബന്ധമായ തീരുമാനം ഏകമനസ്സാലെ കൈക്കൊള്ളാനുള്ള ശേഷിയും സമ്പന്നതയും അനുഭവജ്ഞാനവും ഒക്കെ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ആര് വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി വന്നാലും അത് CPM-ൻ്റെതായാലും ആരത് വന്നാലും CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക. കഴിഞ്ഞ തവണ CK പത്മനാഭൻ 1,15,760 വോട്ടുകൾ നേടിയ മണ്ഡലത്തിൽ ശബരിമലയടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. MD രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. BDJS-ന് സീറ്റ് നൽകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അഭൂതപൂർവമായ വോട്ടിംഗ് ശതമാനത്തിൽ മുന്നേറ്റം കാണിച്ചു തന്ന ഒരു നിയോജക മണ്ഡലമാണ് കോഴിക്കോട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,15,000 ആയിരുന്നെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ 1,70,000-ലേക്ക് വളരെ വലിയ വർധനവ് രേഖപ്പെടുത്തിയ മലബാറിലെ ഒരു നിയോജക മണ്ഡലമാണ് കോഴിക്കോട്. മാത്രമല്ല, ശബരിമല പ്രക്ഷോഭം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരവധി ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വർധനവ്, അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തീർത്തും വിജയസാധ്യതയുള്ള മലബാറിലെ ഒരു നിയോജക മണ്ഡലമാണ് കോഴിക്കോട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ മുന്നൊരുക്കങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അരയും തലയും മുറുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ കാലേക്കുട്ടി CPM ചെയ്തു വെച്ചിട്ടുണ്ട്. പതിവിന് വിപരീതമായി വോട്ട് ചേർക്കലടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസും മത്സര സ്വഭാവം കാഴ്ചവെച്ചത് പോരാട്ടത്തിന് വീറും വാശിയും നൽകും. രാഷ്ട്രീയത്തിനൊപ്പം വികസനത്തെ ചൊല്ലിയുള്ള വാക്പോരും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിറയും. 10 വർഷത്തെ നേട്ടങ്ങളാണ് രാഘവൻ എണ്ണിപ്പറയുന്നത്. പക്ഷേ എല്ലാം പൊള്ളയാണെന്ന രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ LDF പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ആരോഗ്യരംഗത്ത്, റെയിൽവേയിൽ, റോഡ് ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ
മണ്ഡലത്തിലേക്ക് എത്തിച്ചുവെന്നതാണ് എംപിയുടെ വികസന നേട്ടമായി UDF ഉയർത്തിക്കാട്ടുക. റെയിൽവേ സ്റ്റേഷൻ ലോക നിലവാരത്തിലാക്കിയതു മുതൽ ഇംഹാൻസിൻ്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ വരെ ഇതിലെല്ലാം വരും. മറ്റൊരു നിയോജകമണ്ഡലം കിട്ടാത്ത കേന്ദ്ര പദ്ധതികൾ കിട്ടിയ ഏക മണ്ഡലം കോഴിക്കോട് ലോക്സഭ മണ്ഡലമാണ്. അതിൽ വളരെ പ്രധാനം ആരോഗ്യ മേഖല. ഇന്ന് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള ക്യാൻസർ സെൻറ്റർ കേന്ദ്ര പദ്ധതിയാണ്. ഇംഹാൻസ് കേന്ദ്ര പദ്ധതിയാണ്. മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി അത് 7 നില കെട്ടിടം പൂർത്തിയായി വരുന്നു. മലബാറിലെ ഏറ്റവും ആളെ ആശ്രയിക്കുന്ന വലിയ സ്ഥാപനമായി മാറുകയാണ്. 120 കോടി കേന്ദ്ര പദ്ധതിയാണ്. CRC കോമ്പോസിറ്റ് റീജിയണൽ സെൻറ്റർ വികലാംഗ ക്ഷേമത്തിന് വേണ്ടി കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഏറ്റവും റാങ്കിങ്ങിൽ നമ്പർ 1 ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേഷനാണ്. വേൾഡ് ക്ലാസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ എനിക്കൊന്ന് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ലിഫ്റ്റും എസ്കലേറ്ററും വന്ന ഏക സ്റ്റേഷൻ കോഴിക്കോടാണ്. വേറെ എവിടെയും വന്നില്ല. അതിനുശേഷമാണ് ബാക്കി പല സ്ഥലത്തും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 3-4 ട്രെയിനുകൾ കൊണ്ടുവരാൻ സാധിച്ചു. അതുകൂടാതെ റെയിൽവേ സ്റ്റേഷൻ വേൾഡ് ക്ലാസ് സ്റ്റേഷനായി പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യയിൽ 2 സ്ഥലത്താണ് PPP അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ടെക്നിക്കൽ ബിഡ് കഴിഞ്ഞു, ഫിനാൻസ് ബിഡ് കഴിഞ്ഞു, ഇത് കമേഴ്ഷ്യൽ ബിഡിലേക്ക് പോവാണ്. അത് ഊരാളുകൾ സർവീസ്, ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇപ്പം ഒരു അപ്ലിക്കൻ്റായി ആകെ ഉള്ളത്. അത് 350 കോടിയുടെ പ്രോജക്റ്റാണ്. റെയിൽവേയുടെ ഒരു വലിയൊരു മാറ്റം വരികയാണ്. കോഴിക്കോടിൻ്റെ വലിയ മുഖച്ഛായ തന്നെ മാറുകയാണ്. അത് ഞാൻ പൂർണ്ണ സംതൃപ്തിയുള്ള ഒരാളാണ്. ഒരു ജനപ്രതി എന്ത് ചോദിച്ചാൽ പ്രകടമായി എടുത്തു കാണിക്കാവുന്ന ഈ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 1-2 കാര്യം, ഒരുപാട് കാര്യങ്ങൾ, അത് കൂടാതുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. റെയിൽവേ വികസനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതാണോ എംപിയുടെ നേട്ടമെന്ന മറുചോദ്യവും ഉയർത്തിക്കഴിഞ്ഞു LDF. MB ഫണ്ടിന്റെ വീതം വെപ്പ് മാത്രമാണ് നടന്നതെന്ന കുറ്റപ്പെടുത്തലും ഇടത് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടക്കം എന്താണ്, പഴയ രാഘവനെയല്ല, കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ ഒരു പുതിയ പരിവേഷത്തോടു കൂടി ഇടപെട്ട രാഘവൻ്റെ ഇമേജ് ആകെ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്താണ് ഈ വികസന കാര്യങ്ങളൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ അദ്ദേഹം വാഗ്ദാനം ചെയ്ത് ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച് കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ വോട്ടർമാരോട് പറഞ്ഞ എന്താണ്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്, അതിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അത് ഉയർത്തും, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര നിലവാരം എന്താണ്, PPP ആയിരുന്നു എന്നുള്ളത്. സ്വകാര്യ മേഖലയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ മാറലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഭൂമി വികസനത്തിൻ്റെ പേരിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കലായിരുന്നു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് പോലുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ യാത്രക്കാരുടെ എണ്ണവും വരുമാനവും കണക്കാക്കി സ്വാഭാവികമായി സംഭവിക്കാവുന്ന മാറ്റങ്ങളല്ലാതെ ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം നടപ്പാക്കുന്നതിൽ ഒരു ഇടപെടലും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആകെ ചെയ്തത് ഇതിൻ്റെ സ്വകാര്യവൽക്കരണത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ മോഡി സർക്കാരിൻ്റെ നയം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ MP എന്ന നിലയ്ക്ക് അദ്ദേഹം മുൻകൈയെടുത്തു എന്നല്ലാതെ മറ്റ് യാതൊരു അവകാശവാദവും റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹം അവകാശപ്പെടുന്ന എല്ലാ പദ്ധതികളും എന്താണ്, നാമമാത്രമായ പദ്ധതികൾ മാത്രമാണ്. ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള മറ്റെല്ലാ വികസന പദ്ധതികളും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ പദ്ധതികളെല്ലാം തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇവിടുത്തെ MLA-മാരുടെയും സവിശേഷമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. MK രാഘവൻ ഭാരവാഹിയായ കണ്ണൂരിലെ സഹകരണ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടും CPM പ്രചരണ ആയുധമാക്കി കഴിഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ രാഘവൻ ജനവിധി തേടരുതെന്നുവരെ CPM പറഞ്ഞുവെച്ചു. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെട്ടിപ്പുകളിൽ ഒന്നാണ്. 77 കോടിയാണ് തിരിമറി നടത്തിയത് എന്നാണ് സഹകരണ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണത് പോലീസിന് കൈമാറി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതൊരു ഈ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ രാഷ്ട്രീയ സ്വാധീനവും ഭരണസ്വാധീനവും ഉപയോഗപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ധാർമ്മികമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് ഒരു അർഹതയില്ല, ഒരു അവകാശമില്ല. ഇപ്പം തന്നെ MP സ്ഥാനം രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയും. ഈ സംഖ്യയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ.
ഈ സംഖ്യ നഷ്ടപ്പെട്ടിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ അതിലെ അംഗങ്ങൾക്ക് മാത്രമല്ല ഇതൊരു പൊതുവിഷയമായി ഉയർന്നു വരികയാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട് കാര്യങ്ങൾ, അതുകൊണ്ട് ജനങ്ങൾ ഉചിതമായ നിലപാട് സ്വീകരിക്കും. അല്ലെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മേൽക്കൈ നേടി കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കുക തന്നെ ചെയ്യും ഇത്തവണ. ഇത് ഇത്തരക്കാരെ സ്ഥാനാർത്ഥിയാക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനുള്ള മറുപടി വിശദീകരണത്തിൽ മാത്രം രാഘവനും ഒതുക്കുന്നില്ല. മുന്നറിയിപ്പ് CPM-ന് നൽകുക കൂടി ചെയ്യുന്നുണ്ട്. ഇത് നിയമപരമായും രാഷ്ട്രീയമായും ഞാൻ നേരിടും എന്ന് മാത്രമല്ല, ഒരു ഘട്ടം വന്നാൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും. പിന്നെ ഞാൻ വീണ്ടും ഇവിടെ പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, CPM കോഴിക്കോട്ടെ പാർട്ടി ഇതിന് കനത്ത വില നൽകേണ്ടി വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എന്നെ വ്യക്തിഹത്യ നടത്തി അത് CPM-ൻ്റെ പുതിയ ഒരു തന്ത്രമാണ്. കാരണം വെച്ചാൽ എന്നെ എങ്ങനെ നേരിടും? ഈ പറഞ്ഞ 2009 ഉന്നയിച്ചാണ്, 2014 ഉന്നയിച്ചാണ്. അന്നൊന്നും തന്നെ 2009 അവർ ഗവൺമെൻറ്റാണ്. അതിനുമുമ്പേ 4 ഗവൺമെൻറ് ഉണ്ടായിരുന്നു. 2014 ഉന്നയിച്ചു. ഇപ്പോൾ വീണ്ടും അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്ത് വേഗം ഒരു കേസാക്കി മാറ്റി. അപ്പോൾ ഇതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ കഴിയില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ തല ഉയർത്തി നടക്കുന്ന ഒരാളാണ്. ഞാൻ എവിടെയും തലകുനിച്ചിട്ടില്ല. ജനങ്ങളുടെ മുമ്പിൽ മാത്രം ഞാൻ തലകുനിച്ചത്. ഇതിനെല്ലാം അപ്പുറം രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമെന്നാണ് ഇടതു വലതു മുന്നണികളുടെ വാദം. ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിധിയെഴുത്തിൽ നിർണായകമാവും. മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ ജയപരാജയങ്ങളെ സുനിശ്ചിതമായും സ്വാധീനിക്കും. പ്രത്യേകിച്ചു മുസ്ലിം മതസംഘടനകൾക്ക് നിർണായകമായ സ്വാധീനങ്ങൾ മണ്ഡലത്തിലുടനീളമുണ്ട് താനും. അത്തരത്തിലുള്ള ഓരോ ഘടകങ്ങളും ഒപ്പമുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോഴേ സജീവമാണ്. വീരേന്ദ്രകുമാറിൻ്റെയും കൂട്ടരുടെയും തിരിച്ചുവരവ് LDF-ന്റെ കണക്കുകൂട്ടലുകൾക്ക് കരുത്തു പകരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വീരേന്ദ്രകുമാറും കൂട്ടരും ഉണ്ടാകാതിരുന്നത് വിപരീത ഫലത്തിന് കാരണമായതായി CPM വിലയിരുത്തിയിരുന്നു. ഇവരുടെ തിരിച്ചുവരവ് പോരിനു മുമ്പേ അതിനാൽ ഇടതിന് ആശ്വാസമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ സവിശേഷമായ കാരണങ്ങളുണ്ട്. 2009 തെരഞ്ഞെടുപ്പിൽ മുന്നണി ബന്ധങ്ങളിലുണ്ടായ അസ്വാരസ്യമാണ്. പ്രത്യേകിച്ച് ജനതാദൾ വീരേന്ദ്രകുമാർ വിഭാഗം വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് നിർണായകമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണിത്. ഈ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും അവർക്ക് കുറേശ്ശെ വോട്ടുണ്ട്. അത് നിർണായകമാണ് ഒന്നിച്ചു വരുമ്പോൾ. ആ ഒരു ഘടകം UPAക്ക് അനുകൂലമായി. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു ഘടകകക്ഷി UDF-ലായിരുന്നു എന്നുള്ളതാണ്. ആ ഘടകകക്ഷി ഇപ്പോൾ LDF-ലാണ്. അങ്ങനെ ഒരു 1-1-2 എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് എൻ്റെ രസതന്ത്രം എന്നുള്ളത് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ വീരേന്ദ്രകുമാർ തിരിച്ചു വന്നത് തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മണ്ഡലത്തിൽ മാത്രമല്ല വടകരയിലും ഒക്കെ മാറ്റങ്ങളുണ്ടാവാം. LDF-ന് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവാം. അതുകൊണ്ട് അത് LDF-ന് ഒരു എഡ്ജ് കൊടുക്കുന്നു എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു അതിനെ മറച്ചു വെക്കുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വന്നത് LDF-ന് ഗുണമാവും. പക്ഷേ അത് എത്ര രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന രീതിയിൽ അതിനൊരു സ്വാധീനം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്നാൽ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളുടെ സ്വഭാവമുള്ള കോഴിക്കോട് പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുമെന്നും ഇത് അനുകൂലമാകുമെന്നുമാണ് UDF-ന്റെ പ്രതീക്ഷ. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ളതിനാൽ ദേശീയതലത്തിൽ BJP-ക്കെതിരെ ബദൽ തീർക്കുക ആരെന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും കോഴിക്കോട്ടെ വിധി നിർണയത്തിൽ നിർണായക ഘടകങ്ങളായി മാറും.